ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഷ്കാസ് കുക്കിംഗ്. ഇപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അരി അരയ്ക്കാതെ മാവ് പുളിക്കാനായിട്ട് വെക്കാതെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ റോസ്റ്റഡ് റവയായാലും സാധാരണ റവയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചിരകിയെടുത്ത തേങ്ങയാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അപ്പമാവിൻ്റെ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത മാവ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ മാവ് കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഇളം ചൂടുള്ള വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാവ് പൊങ്ങി വരും. ഇപ്പോൾ ചൂടുവെള്ളം ചേർത്ത ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് കുറച്ച് ചൂട് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ മാവ് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിനി ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. എന്നാലും നമ്മുടെ മാവ് നല്ല പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ അപ്പം കിട്ടുന്നത്. അപ്പം നമ്മുടെ മാവ് ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം നമ്മുടെ അപ്പവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു അപ്പച്ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഹോൾസൊക്കെ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ അപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഏത് കറിയും ഈ അപ്പത്തിനും ഉപയോഗിക്കാം. അപ്പം മുട്ടക്കറി ഈ അപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം വളരെ എളുപ്പത്തിൽ അധികം കഠിനാധ്വാനമൊന്നും ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.